ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2023 മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ഒരു പ്രോബ്ലമാണ്. ലെറ്റ് എം ബി എ 3/3 മെട്രിക്സ് സച്ച് ദാറ്റ് ഇ റൈസ് ടു എം തീറ്റ ഈക്വൽ ടു cos theta sin theta 0 minus sin theta cos theta 0 0 0 1 where theta is a real parameter then m is given by. അപ്പം ഇ റൈസ് ടു എം തീറ്റ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എം എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാനാണ്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇ റൈസ് ടു എം തീറ്റ തന്നിട്ടുണ്ട്. അപ്പം ഇ റൈസ് ടു എം തീറ്റയുടെ ഐഗൺ വാല്യൂസ് നമുക്ക് ഇതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ലെറ്റ് എമ്മിൻ്റെ ഐഗൺ വാല്യൂ λ1 λ2 λ3 ആണെങ്കിൽ ഇ റൈസ് ടു എം തീറ്റയുടെ ഐഗൺ വാല്യൂ നമുക്ക് ഇ റൈസ് ടു λ1 ഇ റൈസ് ടു λ2 ഇ റൈസ് ടു λ3 എന്ന് എഴുതാം. നമ്മൾ ഇ റൈസ് ടു എം തീറ്റയുടെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇ റൈസ് ടു എം തീറ്റ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. ആ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പം കോസ് തീറ്റ സൈൻ തീറ്റ 0 മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ 0 0 0 1 മൈനസ് ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. കോസ് തീറ്റ മൈനസ് ലാംഡ സൈൻ തീറ്റ 0 മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് ലാംഡ 0 0 0 1 മൈനസ് ലാംഡ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോഴേക്കും 1 മൈനസ് ലാംഡ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ലാംഡ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ലാംഡ കോസ് തീറ്റ മൈനസ് ലാംഡ ദ ഹോൾ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസും മൈനസും ആകുമ്പോൾ പ്ലസ് ആവും. അപ്പം പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 ലാംഡ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2 ലാംഡ കോസ് തീറ്റ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്ര 1 ആണ്. അപ്പോൾ 1 മൈനസ് ലാംഡ ഇൻറ്റു ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് ആക്കി ലാംഡ സ്ക്വയർ ആദ്യം എടുത്തെഴുതി മൈനസ് 2 ലാംഡ കോസ് തീറ്റ പ്ലസ് 1. ഇത് നമ്മൾ സോൾവ് ചെയ്യാം. എങ്ങനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കോസ് തീറ്റ പ്ലസ് ഓർ മൈനസ് ഐ സൈൻ തീറ്റ എന്നാണ്. സോ 1 മൈനസ് ലാംഡ ഇതിൽ നിന്ന് നമുക്ക് ലാംഡ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള സൊല്യൂഷൻ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഓർ മൈനസ് ഐ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് എഴുതാം ലാംഡ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ ഓർ ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ. ഇത് സോൾവ് ചെയ്യുമ്പോൾ സോ ലാംഡയ്ക്ക് നമുക്ക് 3 വാല്യൂസ് ആണ് കിട്ടിയത്. 1 ഇ റൈസ് ടു ഐ തീറ്റ ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ. അപ്പോൾ നമ്മൾ ഇതിനെ എമ്മിൻ്റെ എം എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. എമ്മിൻ്റെ ഐഗൺ വാല്യൂ λ1 λ2 λ3 ആണെങ്കിൽ ഇ റൈസ് ടു എം തീറ്റയുടെ എന്താണെന്നാണ് പറഞ്ഞത് ഇ റൈസ് ടു λ1 ഇ റൈസ് ടു λ2 ഇ റൈസ് ടു λ3. അപ്പം ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇ റൈസ് ടു λ1 നമുക്ക് 1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ λ1 എന്തായിരിക്കും ഇ റൈസ് ടു λ1 ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ λ1 എന്തായിരിക്കും λ1 0 ആയിരിക്കും. ഇ റൈസ് ടു 0 1. ഇനി ഇ റൈസ് ടു λ2ന് ഇ റൈസ് ടു ഐ തീറ്റ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ λ2 എന്തായിരിക്കും ഐ ആയിരിക്കും. ഇ റൈസ് ടു λ3 ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ. അപ്പോൾ λ3 എത്രയായിരിക്കും മൈനസ്. അപ്പം എം എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 0 ഐ മൈനസ് 1 ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. അതിൻ്റെ അകത്ത് ഈ ഐഗൺ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ -1 0 0 0 1 0 0 0 0 മൈനസ് ലാംഡ ഐ 0 ഈക്വൽ ടു 0 സോൾവ് ചെയ്യുമ്പോഴേക്കും -1 മൈനസ് ലാംഡ 0 0 0 1 മൈനസ് ലാംഡ
സോൾവ് ചെയ്യുമ്പോൾ ലാംഡ ഇൻറ്റു വൺ മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ, അതായത് ലാംഡ ഈസ് ഈക്വൽ ടു 0 +1 -1. അപ്പോൾ അതല്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷൻ 0 1 0 -1 0 0 0 0 1 അത് നോക്കാം. 0 1 0 -1 0 0 0 0 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ ലാംഡ 1 0 -1 ലാംഡ 0 0 0 ലാംഡ. ഇത് ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോഴേക്ക് നമുക്ക് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ -1 -1 മൈനസ് ആകുമ്പോൾ +1 = 0. അപ്പം ഇതിൽ ലാംഡ ഈക്വൽ ടു 0, ഇവിടെ ലാംഡ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് +or-1 എന്ന് വരും. അതായത് ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1, അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1 +or-1. അതായത് നമുക്ക് രണ്ട് വാല്യൂസ് വരും, i -i. സോ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. മെട്രിക്സ് എം എന്ന് പറയുന്നത് 0 1 0 -1 0 0 0 0 0.